കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റിയ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ വെജിറ്റബിൾ റൈസ് ആണ് കേട്ടോ ഇത്. അതുമാത്രമല്ല മടിയുള്ള ദിവസങ്ങളിൽ നമുക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടോ ഇത്. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ബസുമതി റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് അല്ലെങ്കിൽ നമ്മൾ സാധാ കഴിക്കുന്ന ചോറ് ഏതായാലും മതി കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബസുമതി റൈസ് ആണ്, നീളമുള്ള റൈസ് ഉണ്ടല്ലോ അത്. കുക്കറിലാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യണത്. അപ്പോൾ കുക്കർ എടുത്തിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരി ചേർത്ത് കൊടുക്കുക. അരി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളതൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. അതിന് ശേഷം അരിയുടെ മുകളിൽ നിൽക്കെ നമ്മൾ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതാണ് കേട്ടോ കണക്ക്. ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ, കറക്റ്റ് 3 വിസിലാകുമ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഒരു റെഡും യെല്ലോയും എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ ഒരു പിടി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളി എന്തായാലും ചേർക്കുക കേട്ടോ. തക്കാളി ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. തക്കാളി കൂടെ ചേർക്കുക ഉണ്ടെങ്കിൽ. ഇനി അത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടികളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. അധികം പുളി ഇല്ലാത്ത തൈര് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. തൈര് ഒഴിച്ച് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പനീർ ചേർത്തിട്ട് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട, എന്നാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി മാത്രം 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര മറക്കരുത് കേട്ടോ, കാരണം അതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന ഒരു പരിപാടിയാണ് പഞ്ചസാര ചേർക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മളൊന്നും കൂടി മൂടി വെച്ചിട്ട് നമ്മൾ ഒഴിച്ച 1/4 കപ്പ് വെള്ളം കുറച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സവാള വറുത്തെടുത്തിട്ടുള്ളതും കുറച്ച് കാഷ്യൂ നട്ട്സും പിന്നെ കുറച്ച് നെയ്യ് കൂടെ ആ ചോറിൻ്റെ മീതെ ഒരു ടീസ്പൂൺ നെയ്യ് അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് സിമ്മിലിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം കേട്ടോ. സിമ്മിലിട്ട് വേണം വെക്കാനായിട്ട്. 15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടോ, നല്ല സ്മെല്ലാണ് ഇത് തുറക്കുമ്പോഴത്തേക്കും. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പിള്ളേരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പനീർ റൈസാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്